ഹലോ മക്കളെ, അപ്പൊ എക്സാംസ് ഒക്കെ അടുത്ത് വന്നിരിക്കുകയാണ്. പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അക്കൗണ്ടൻസിയുടെ നമ്മുടെ എക്സാമിനുള്ള പോർഷൻസ് ഒക്കെ ഓൾറെഡി നമ്മൾ റിവൈസ് ചെയ്തു. ഇനി ഒരു ടോപ്പിക് അല്ലെ, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് ഡൗട്ടുള്ള ഒരു പോർഷനാണ് ഹിഡൻ ഗുഡ്വിൽ എന്നുള്ളത്. അല്ലെ, എന്താണ് ഈ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് ഒരു എക്സാമ്പിളിലൂടെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഹിഡൻ ഗുഡ്വിൽ എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മുടെ ചാനലിൽ എക്സാമിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ചാനലും ഫോളോ ചെയ്യുക. അപ്പം സമയം കളയാതെ എന്താണ് ഹിഡൻ ഗുഡ്വിൽ എന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, നമ്മൾ രണ്ട് പാർട്ട്നേഴ്സ്, ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്. ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരാൾ സന്തോഷും മറ്റൊരാൾ നവീൻ. രണ്ട് പാർട്ട്നേഴ്സ് ആണത്. ഓക്കെ, ഇത് നമ്മുടെ സന്തോഷും ഇത് നമ്മുടെ നവീനും. രണ്ട് പാർട്ട്നേഴ്സ് ആണ് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഉള്ളത്. ഇവർ ഫ്രണ്ട്സാണ്. ഇവർ ചേർന്ന് ഒരു ബേക്കറി ബിസിനസ് നടത്തുക. ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു ബേക്കറി ബിസിനസ് ആണ് നടത്തുന്നത്. ഒരു ബേക്കറിയാണ് നടത്തുന്നത്. അപ്പം ഈ ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സന്തോഷ് 80,000 രൂപ ക്യാപിറ്റലും നവീൻ 70,000 രൂപ ക്യാപിറ്റലും കൊണ്ടുവന്നു. അവര് 8:7 എന്ന് പറയുന്ന റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നു. ഓക്കെ, സന്തോഷും നവീനും പാർട്ട്നേഴ്സ് ആണ്. ഇവരൊരു ബേക്കറി ബിസിനസ് ആണ് നടത്തുന്നത്. ഇവർ 80,000 70,000 റെസ്പെക്റ്റീവ്ലി അവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തി. 8:7 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, ഈ ഒരു ബിസിനസ് തുടങ്ങിയ സമയത്ത് കസ്റ്റമേഴ്സ് കുറവാണ്. അതല്ലെങ്കിൽ ഈ ബിസിനസിനെ പറ്റി ആളുകൾ അറിഞ്ഞു വരുന്ന കുറവാണ്. അവർക്ക് പ്രോഫിറ്റ് വളരെ കുറവാണ്. അല്ലെ, ഡെയിലി ഉണ്ടാകുന്ന ആ ഒരു ഡെയിലി അവരുടെ സെയിൽസ് വളരെ കുറവാണ്. പിന്നീട് ഇവരുടെ ബിസിനസ്സിനെ പറ്റി ആളുകൾ അറിയാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇവരുടെ ബിസിനസ്സിനെ പറ്റി ആളുകൾ കുറച്ചുകൂടി ഇൻഫോർമേഷൻസ് അറിയാനായിട്ട് തുടങ്ങി. ആളുകൾ വരാനായിട്ട് തുടങ്ങി. അവരുടെ ബിസിനസ്സിലേക്ക് ആളുകൾ വരാൻ തുടങ്ങി. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഇവരുടെ ബിസിനസ് ഏൺ ചെയ്യാൻ തുടങ്ങി. നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഇവരുടെ ഏൺ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ആളുകൾ അറിയുന്നു, ഇവരുടെ ബിസിനസ് ഫേമസ് ആകുന്നു, ഇവരുടെ പ്രൊഡക്റ്റിന് നല്ല സെയിൽസ് ഉണ്ടാകുന്നു, ഇവരുടെ പ്രോഫിറ്റ് കൂടുന്നു. അങ്ങനെ നല്ല രീതിയിൽ ഈ ബിസിനസ് പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരുടെ ബിസിനസ്സിലെ ടോട്ടൽ അസറ്റിന്റെ വാല്യൂ, ഇവരുടെ ബിസിനസിന്റെ ടോട്ടൽ അസറ്റിന്റെ വാല്യൂ നമുക്കൊരു ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം. ഇവർക്ക് ടോട്ടൽ ഒരു 5 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. ഇവരുടെ ബിസിനസ്സിൽ ടോട്ടൽ 5 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. ഓക്കെ, 5 ലക്ഷം രൂപയുടെ അസറ്റ് ഇവരുടെ ബിസിനസ്സിലുണ്ട്. എനിക്ക് ഈ ബിസിനസ് വാങ്ങണമെന്ന് താല്പര്യമുണ്ട്. എനിക്ക് ഇവരുടെ ഈ ഒരു ബിസിനസ് വാങ്ങണമെന്ന് താല്പര്യമുണ്ട്. ഞാൻ 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബിസിനസ് കിട്ടുമോ? അവരെന്നോട് പറയുന്നു, എത്രയാണ്? 7 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ ഈ ബിസിനസ് എനിക്ക് വിൽക്കാം. 7 ലക്ഷം രൂപ അല്ലേ? 5 ലക്ഷം രൂപയാണ് ഈ ബിസിനസിന്റെ ടോട്ടൽ അസറ്റിന്റെ വാല്യൂ. പക്ഷേ 7 ലക്ഷം രൂപ തന്നാൽ ഇവർ ഈ ബിസിനസ് എനിക്ക് വിൽക്കുകയുള്ളൂ. ബിക്കോസ് ഞാൻ ഈ ബിസിനസ് വാങ്ങുകയാണെങ്കിൽ എനിക്ക് വലിയൊരു കസ്റ്റമേഴ്സിനെ കിട്ടും. അല്ലേ, ഇവരുടെ ബിസിനസ് സ്ഥിരമായി വന്നുകൊണ്ടിരുന്ന കസ്റ്റമേഴ്സിനെ എനിക്ക് കിട്ടാം. ഇവരുടെ ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്, സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ഇവരുടെ ബിസിനസ്സിന് മാർക്കറ്റിൽ റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അല്ലെ, എനിക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിന്റെ വാല്യൂ ആണ്, അല്ലെ, അവരുടെ കഷ്ടപ്പെട്ട് അവരെ ഈ ബിസിനസ്സിന് ഒരു വാല്യൂ ഉണ്ടാക്കി, ബിസിനസ് സെയിൽസ് ഉണ്ടാക്കി, കസ്റ്റമർ ബേസ് ഉണ്ടാക്കി. അതാണ് ബാക്കി 2 ലക്ഷം രൂപ. ഈ ബിസിനസിന്റെ അസറ്റ് 5 ലക്ഷം രൂപയേ ഉള്ളൂ. അവരുടെ കഷ്ടപ്പാടിന്റെ വിലയാണ് ബാക്കി ഞാൻ കൊടുക്കേണ്ട 2 ലക്ഷം രൂപ. ഓക്കെ, ഈ 2 ലക്ഷം രൂപ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർ ഈ ബിസിനസ് വിൽക്കുകയല്ല, ഇവരുടെ ബിസിനസ്സിലേക്ക് പുതിയതായിട്ടൊരു പാർട്ട്ണർ വരികയാണ്. ആ പാർട്ട്ണറുടെ പേര് വിജയ് എന്നാണ്. അപ്പൊ സന്തോഷും നവീനും 80,000 70,000 രൂപയും 8:7 പ്രോഫിറ്റ് ഷെയർ ചെയ്ത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തി കൊണ്ടുപോയിരുന്ന ബേക്കറി ബിസിനസ്സിലേക്ക് പുതിയതായിട്ടൊരു പാർട്ട്ണർ വരുന്നു, വിജയ്. അപ്പൊ ഈ ഒരു പാർട്ട്ണർ 50,000 രൂപ ക്യാപിറ്റലാണ് കൊണ്ടുവരുന്നത്. ഈ ബിസിനസ്സിലേക്ക് 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടിരുന്നു. ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഈ ബിസിനസിന്റെ പ്രോഫിറ്റിന്റെ 1/5 ഈ വിജയ്ക്ക് കിട്ടുന്നു. അപ്പം നവീനും സന്തോഷും പാർട്ട്നേഴ്സ് ആയിരുന്നു. ഇവിടേക്ക് പുതിയൊരു പാർട്ട്ണർ വരുന്നു. ആരാണ്? വിജയ് എന്ന് പറയുന്ന പുതിയ പാർട്ട്ണർ വരുന്നു. നേരത്തെ ആരൊക്കെയായിരുന്നു? സന്തോഷും നവീനും. സന്തോഷ് 80,000 രൂപ, നവീൻ 70,000 രൂപ. പ്രോഫിറ്റ് 8:7 അവർ വീതിച്ചു. പുതിയൊരു പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വരുന്നു. ആരാണ്? വിജയ് ആണ്. വിജയ് എത്ര ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? 50,000 രൂപ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, വിജയ്ക്ക് എത്ര ഷെയർ കിട്ടും? പ്രോഫിറ്റിന്റെ 1/5 ഷെയർ കിട്ടും. ഫ്യൂച്ചർ ഉണ്ടാകുന്ന പ്രോഫിറ്റിന്റെ 1/5 ആർക്ക് കിട്ടും? വിജയ്ക്ക് കിട്ടും. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ബിസിനസ് മുന്നോട്ട് പോവുകയാണ്.
അപ്പോൾ ഒരു വർഷം കഴിഞ്ഞു, വിജയ് എന്ന് പറയുന്ന പുതിയ പാർട്ണർ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു. അക്കൗണ്ടിങ് ക്ലോസ് ചെയ്തിട്ട് ബിസിനസ്സിൽ എന്തുണ്ടാവും? പ്രോഫിറ്റ് ഉണ്ടാവും അല്ലേ? പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പഠിച്ചില്ലേ? അപ്പൊ ഈ പ്രോഫിറ്റ് വീതിക്കുമ്പോൾ ആർക്കും കിട്ടും? സന്തോഷിന് കിട്ടും, നവീന് കിട്ടും, വിജയ്ക്ക് കിട്ടും. പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില് 3 പാർട്ട്നേഴ്സിന് കിട്ടും അല്ലെ? 3 പാർട്ട്നേഴ്സിന് കിട്ടി. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ബിസിനസ്സിന് കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സ് വിജയ് വരുന്നതിന് മുന്നേ ഉള്ളവരല്ലേ? അതായത് സന്തോഷും നവീനും കഷ്ടപ്പെട്ടത് മൂലം, അവരുടെ കഷ്ടപ്പാടിന്റെ ഫലം മൂലം ഉണ്ടായ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ ബിസിനസ് ഇത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കാരണം ഈ ബിസിനസ് അത്രയും ഫേമസ് ആയതുകൊണ്ടാണ്. ആ ഫേമസ് ആകാനുള്ള കഷ്ടപ്പാടിന്റെ സമയത്ത് ആരിവിടെ ഇല്ല? വിജയ് ഇവിടെ ഇല്ല. അത് നവീനും സന്തോഷിനും എടുത്ത കഷ്ടപ്പാടാ. അവരുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഈ ബിസിനസ് ഇന്നും ഏൺ ചെയ്യുന്ന പ്രോഫിറ്റ്. അല്ലാതെ വിജയ് വന്നത് മൂലമല്ല. വിജയ് വന്നപ്പോൾ കഷ്ടപ്പെട്ട് കാണും, അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടായി. അതായത് ഒരു 10 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷം രൂപ വിജയുടെ എഫേർട്ട് കൊണ്ടായിരിക്കും. ബാക്കി 8 ലക്ഷം രൂപയും ഈ വർഷവും മുൻ വർഷങ്ങളിലും സന്തോഷും നവീന്റെയും കഷ്ടപ്പാടിന്റെ ഫലമല്ലേ? അത് ആരോട് അനുഭവിക്കുന്നു? പ്രോഫിറ്റ് ഷെയർ ചെയ്യുമ്പോൾ ആ പ്രോഫിറ്റോട് ആർക്ക് കിട്ടുന്നു? വിജയ്ക്ക് കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒന്ന് ലോജിക്കലി എന്ത് ചെയ്ത് കഴിഞ്ഞാല് സന്തോഷ് നവീനും കഷ്ടപ്പെട്ടതിന്റെ ഫലം ആരനുഭവിക്കുന്നു? അതിന്റെ റിസൾട്ട് ആരനുഭവിക്കുന്നു? വിജയ് അനുഭവിക്കുന്നു. അപ്പൊ വിജയ് അവരെ കോമ്പൻസേറ്റ് ചെയ്യണ്ടേ? അപ്പൊ എന്താണ്? അവരുടെ ആ ബിസിനസ്സിന് റെപ്യൂട്ടേഷൻ ഉണ്ട് അല്ലെ? മാർക്കറ്റിൽ റെപ്യൂട്ടേഷൻ ഉണ്ട്, മാർക്കറ്റിൽ അവരുടെ ക്വാളിറ്റി ഉള്ളതാണ്, അവർക്കൊരു ബ്രാൻഡ് ഉണ്ട്. അതിനെ നമ്മൾ വില കൊടുക്കണം അല്ലെ? അങ്ങനെയുള്ള മാർക്കറ്റിൽ വാല്യൂ ഉള്ള, മാർക്കറ്റിൽ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ബിസിനസ്സിലേക്കാണ് വിജയിനെ പാർട്ണർ ആക്കുന്നത്. അപ്പം വിജയ് എന്ത് ചെയ്യണം? ബാക്കിയുള്ള പാർട്ട്നേഴ്സിനെ അവരുടെ കഷ്ടപ്പാടിന് കോമ്പൻസേറ്റ് ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. ഒരു മാർക്കറ്റിൽ, ഒരു എക്കണോമിയിൽ, ഒരു ഇൻഡസ്ട്രിയിൽ ഒരു ഒരു ബിസിനസ്സിന് ഉണ്ടാകുന്ന റെപ്യൂട്ടേഷനെയാണ്. അതായത് ബാക്കിയുള്ള ബേക്കറി പോകാതെ ആളുകൾ ഈ ബേക്കറി വന്ന് സാധനം വാങ്ങുന്നു. ബിക്കോസ് ആളുകൾ ഇതിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. കസ്റ്റമേഴ്സിന് ഇഷ്ടം എവിടെയാണ്? അതെന്താ? ആ ബിസിനസ്സിന് മാർക്കറ്റ് ഉണ്ടാകുന്ന ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെപ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ബിസിനസ്സിന് ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന റെപ്യൂട്ടേഷൻ, അല്ലെങ്കിൽ നല്ല പേരിനെ, ഗുഡ് നെയിമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെപ്യൂട്ടേഷൻ ആണ് നമ്മൾ ഗുഡ് വിൽ എന്ന് വിളിക്കുന്നത്. അപ്പം ഒരു ഗുഡ് വിൽ ഉള്ള ബിസിനസ്, അതായത് എല്ലാവർക്കും ഇഷ്ടമുള്ള നല്ല കസ്റ്റമേഴ്സ് വരുന്ന നല്ല സെയിൽസ് ഉള്ള ബിസിനസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് ഏൺ ചെയ്യും അല്ലെ? അപ്പം ഗുഡ് വിൽ എന്തിനു കാരണമാക്കും? ഒരു ബിസിനസിന്റെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് കാരണമാക്കും. അപ്പൊ ഈ ബേക്കറി ആണെങ്കിൽ, ഈ ബേക്കറി ഫേമസ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണ്. അതുകൊണ്ട് ആ കസ്റ്റമേഴ്സ് അവിടെ വരും അല്ലെ? സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് അവിടെ വന്ന് വാങ്ങും. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കുമല്ലോ അവർ കൊടുക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ആ ബിസിനസിന്റെ ഗുഡ് വിൽ ഉണ്ടാക്കാൻ കാരണമാകും. അപ്പൊ എന്ന് ആലോചിക്കുക, ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടാണ്. അപ്പൊ എന്ത് ചെയ്യണം? പുതിയ പാർട്ണറായ വിജയ് ഇവരെ എന്താണ്? കോമ്പൻസേറ്റ് ചെയ്യണം. അതായത് അവന് കിട്ടുന്ന പ്രോഫിറ്റ് ഇവരുടെ കഷ്ടപ്പാടിന്റെ ഫലം കൂടിയാണ്. അതിനവരെ കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഗുഡ് വിൽ, ബിസിനസിന്റെ ടോട്ടൽ ഗുഡ് വില്ലിന്റെ ഒരു ഭാഗം ആര് കൊടുക്കണം? നമ്മുടെ വിജയ്, പുതിയ പാർട്ണർ ഓൾഡ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. മൊത്തമല്ല, അവൻ എത്ര പ്രോഫിറ്റ് കിട്ടുന്നോ അതിന്റെ ഒരു ഷെയർ കൊടുക്കണം. അതായത് ഗുഡ് വില്ലിന് ഒരു വാല്യൂ ഉണ്ട്. ആ ഗുഡ് വില്ലിന്റെ വാല്യൂ, പുതിയ പാർട്ണർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എത്രയാണോ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് വിജയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താ? 1/5. ആ ഗുഡ് വില്ലിന്റെ 1/5 ആർക്ക് കോമ്പൻസേറ്റ് ചെയ്യണം? പഴയ പാർട്ട്നേഴ്സിന് കോമ്പൻസേറ്റ് ചെയ്ത് ആര് കൊടുക്കണം? നമ്മുടെ പുതിയ പാർട്ണർ കൊടുക്കണം. നോർമലി നിങ്ങൾക്കറിയാം, നമ്മൾ ഗുഡ് വില്ലിന്റെ കാൽക്കുലേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആവറേജ് മെത്തേഡും, വെയ്റ്റഡ് ആവറേജ് മെത്തേഡും, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡും, അതുപോലെ തന്നെ നമ്മൾ ക്യാപിറ്റലൈസേഷൻ മെത്തേഡും, ഇങ്ങനെ മെത്തേഡ്സിലൊക്കെ ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ഇൻഫോർമേഷൻ ഉണ്ട്? പാസ്റ്റ് ഇയറിലെ പ്രോഫിറ്റും, ഇങ്ങനെ കുറെ ഇൻഫോർമേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ക്വസ്റ്റ്യനകത്ത് ഗുഡ് വില്ലിന്റെ വാല്യൂ തരും. പക്ഷേ ചില കേസുകൾ, ചില ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഗുഡ് വില്ലിന്റെ വാല്യൂ നമ്മളോട് പറയില്ല. ഓക്കെ, ഗുഡ് വില്ലിന്റെ വാല്യൂ പറയില്ല. എക്സാമിന് ചെല്ലുമ്പോൾ നിങ്ങളോട് 2 കാര്യമേ പറയത്തുള്ളൂ. ഈ ഒരു എക്സാമ്പിളാണ് വിജയും നമ്മുടെ സന്തോഷും നവീനും പാർട്ട്നേഴ്സ് ആണ്. അവിടേക്ക് വിജയ് എന്ന് പറയുന്ന പുതിയൊരു പാർട്ണർ വരുന്നു. വിജയ് എന്ന് പറയുന്ന പുതിയൊരു പാർട്ണർ ആ ബിസിനസ്സിലേക്ക് വരികയാണ്. അപ്പം വിജയ് ക്യാപിറ്റൽ കൊണ്ടിരുന്നു. വിജയ്ക്ക് ഇത്ര ഷെയർ കിട്ടുന്നു അല്ലെ? വിജയ് 50,000 രൂപ ക്യാപിറ്റൽ കൊണ്ടിരുന്നു, 1/5 ഷെയറും കിട്ടുന്നു. വിജയ് എന്ത് കൊണ്ടുവരണം? ഗുഡ് വിൽ കൊണ്ടുവരണേ. നിർബന്ധമായും ഗുഡ് വിൽ കൊണ്ടുവരണം. പക്ഷെ അതിനെപ്പറ്റി എന്തെങ്കിലും ഇൻഫർമേഷൻ നമ്മളോട് പറയുന്നുണ്ടോ? നമ്മുടെ ആകെ ന്യൂ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ന്യൂ പാർട്ട്ണറിന്റെ പ്രോഫിറ്റ് റേഷ്യോയും മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഓക്കെ, ഈ ഒരു ഇൻഫോർമേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ എന്ത് ചെയ്യണം? ഇതനുസരിച്ച് ഗുഡ് വിൽ എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ ഗുഡ് വില്ലിന്റെ വാല്യൂ, പുതിയ പാർട്ണർ കൊണ്ടുവരേണ്ട ഗുഡ് വില്ലിന്റെ വാല്യൂ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെ ഗുഡ് വില്ലിന്റെ വാല്യൂ ഇല്ല.
നമ്മുടെ കയ്യിൽ എന്ത് മാത്രമേ ഉള്ളൂ? പുതിയ പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും അതുപോലെ പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും മാത്രമേ ഉള്ളൂ. പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ എത്രയാണ്, പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയർ എത്രയാണ്, ഈ ഇൻഫോർമേഷൻ മാത്രമേ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളൂ. ഗുഡ്വില്ലിനെ പറ്റി ഒന്നും പറഞ്ഞു കാണത്തില്ല. അപ്പം അങ്ങനെയുള്ള ഗുഡ്വില്ലിനെ നമ്മൾ വിളിക്കുന്നതാണ് ഹിഡൻ ഗുഡ്വിൽ. അതായത് ക്വസ്റ്റ്യനിൽ ഗുഡ്വില്ലിന്റെ ഡീറ്റെയിൽ ഹിഡൻ ആയിരിക്കും, ക്വസ്റ്റ്യന് തന്നിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കണം, നമ്മൾ ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനാണ് ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പം എക്സാമിന് പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും പുതിയ പാർട്ട്ണർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും തരും, നമ്മൾ ഹിഡൻ ഗുഡ്വിൽ കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതായത് പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞു അല്ലെ, പുതിയ പാർട്ട്ണർ എത്ര? നമ്മുടെ ക്വസ്റ്റ്യനകത്ത് 50,000 രൂപയാണ് ആര് കൊണ്ടുവരുന്നത്? 50,000 രൂപയാണ് നമ്മുടെ വിജയ് കൊണ്ടുവരുന്നത് അല്ലെ. വിജയ് കൊണ്ടുവരുന്നത് 50,000 രൂപയാണ്. ആ 50,000 രൂപയാണ് പുതിയ പാർട്ട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അത് നമുക്കറിയാം. പുതിയ പാർട്ട്ണർക്ക് എത്ര കിട്ടും? 1/5 ഷെയർ കിട്ടും. ഈ രണ്ട് ഇൻഫോർമേഷൻ നമുക്കറിയാം. ഇതനുസരിച്ച് ആ ബിസിനസിന്റെ ടോട്ടൽ ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കണം. ടോട്ടൽ ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ക്യാപിറ്റൽ ബ്രോഡ് ബൈ ന്യൂ പാർട്ട്ണർ, പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റലിനെ അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അതായത് നമ്മുടെ വിജയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 50,000. വിജയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 50,000. അതിനെ വിജയുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആയ 1/5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് വരും? റെസിപ്രോക്കൽ എടുക്കുക. 50,000 ഇൻറ്റു 5/1, അതായത് 2,50,000 ആ ബിസിനസിന്റെ ടോട്ടൽ ക്യാപിറ്റൽ അല്ലെ. ടോട്ടൽ ക്യാപിറ്റൽ ബിസിനസിന് എത്രയാണ്? 2,50,000. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? ടോട്ടൽ നമുക്കറിയാം. ടോട്ടൽ ആ ബിസിനസ് വിജയ്ക്ക് എത്ര ഷെയർ കിട്ടും? 1/5 കിട്ടും. അപ്പം ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് എത്ര? റിമൈനിങ് ഷെയർ എത്ര? 4/5 അല്ലെ. വിജയ്ക്ക് 1/5 ഷെയർ കൊടുക്കുന്നുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാകുന്ന സന്തോഷിനും അതുപോലെ തന്നെ നമ്മുടെ നവീനയുടെ എത്ര ഷെയർ കിട്ടും? 4/5 കിട്ടും. ഓക്കെ, 4/5 കിട്ടും. അപ്പം ടോട്ടൽ ക്യാപിറ്റൽ എത്ര ബിസിനസിന്റെ? 2,50,000. അതിന്റെ 4/5 ആര് കൊണ്ടുവരേണ്ടതാണ്? നവീനും സന്തോഷും. അപ്പൊ നോക്കിക്കേ, ടോട്ടൽ ക്യാപിറ്റൽ 2,50,000 ആണ്. അതിന്റെ 4/5 ആരൊക്കെ ചേർന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്? നവീനും അതുപോലെ തന്നെ വിജയും നമ്മുടെ സന്തോഷൂടെ. അത് 50,000 × 4 2,00,000. 2,00,000 രൂപ ക്യാപിറ്റൽ ആര് കോൺട്രിബ്യൂട്ട് ചെയ്യണം? സന്തോഷും നവീനോടെ ചേർത്ത്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഇംപ്ലൈഡ് ക്യാപിറ്റൽ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് വിളിച്ചു. അതായത് ആ ബിസിനസ്സിൽ പുതിയ പാർട്ട്ണർ കൊണ്ടിരുന്ന ക്യാപിറ്റൽ 50,000 ആണ്. അയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 1/5 ഷെയർ കിട്ടും. അതിന്റെ അർത്ഥം ബിസിനസിന്റെ ടോട്ടൽ ക്യാപിറ്റൽ 2,50,000 ആണ്. ആ 2,50,000 പഴയ പാർട്ട്നേഴ്സ് എത്ര കൊണ്ടുവരണം? 2,00,000. ഒന്ന് ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ അവർ എത്ര കൊണ്ടുവന്നിട്ടുള്ളൂ? ആക്ച്വൽ ക്യാപിറ്റൽ എത്ര? നമ്മുടെ എക്സാമ്പിളിൽ സന്തോഷ് 80,000 നവീൻ 70,000 ആണ്. അതായത് ടോട്ടൽ 1,50,000 റുപ്പീസ് മാത്രമേ ഉള്ളൂ. അതായത് നവീനും സന്തോഷും 1,50,000 കൊണ്ടുവന്നുള്ളൂ. പക്ഷെ അവർ എത്ര കൊണ്ടുവരണം? 2,00,000. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇവർ ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1,50,000 മാർക്കറ്റിൽ എത്ര ആയി? ബിസിനസിന്റെ ഗുഡ് കാരണം, ബിസിനസിന്റെ റെപ്യൂട്ടേഷൻ കാരണം അതിന്റെ വാല്യൂ 2,00,000 അവർ 1,50,000 ഇട്ടത്, അത് ഇന്ന് 2,00,000 മാറി. അത്രയും വാല്യൂ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം? ഹിഡൻ ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈഡ് ക്യാപിറ്റലായ 2,00,000 നിന്ന് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആയ 1,50,000 കുറയ്ക്കുമ്പം 50,000 രൂപ അല്ലേ. അതായത് ശരിക്കും ഇവർ എത്ര ക്യാപിറ്റൽ ഇപ്പം കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? 2,00,000. പക്ഷെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ? 1,50,000. ആ ഡിഫറൻസ് 50,000 എന്താണ്? ഗുഡ്വിലാണ്, ഹിഡൻ ഗുഡ്വിലാണ്. ആ ബിസിനസിന്റെ റെപ്യൂട്ടേഷനും പേരും പ്രശസ്തിയും അല്ലെ അവരുടെ പ്രോഫിറ്റ് മേക്കിങ്ങും കാരണം സൊസൈറ്റിയിൽ ഉണ്ടായ റെപ്യൂട്ടേഷൻ ആണ് ഗുഡ്വിൽ. ഹിഡൻ ഗുഡ്വിൽ 50,000. അപ്പൊ എത്ര? അപ്പം നമ്മൾ നോക്കിക്കേ, എന്താ ചെയ്തത്? ടോട്ടൽ ക്യാപിറ്റൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചു. എങ്ങനെയാ? പുതിയ പാർട്ട്ണറിന്റെ ക്യാപിറ്റലിനെ അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തപ്പം ടോട്ടൽ ക്യാപിറ്റൽ 2,50,000 കിട്ടി. ആ 2,50,000 പഴയ പാർട്ട്നേഴ്സ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം? അവരുടെ രണ്ടുപേരുടെ ഷെയർ എത്ര? 4/5 ഷെയർ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതായത് 2,00,000 രൂപ പുതിയ പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. 2,00,000 രൂപ പുതിയ പാർട്ട്നേഴ്സ് കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ആക്ച്വൽ ക്യാപിറ്റൽ എത്ര? അവർ എത്ര കൊണ്ടുവന്നിട്ടുള്ളൂ? 1,50,000 മാത്രമേ അവർ കൊണ്ടുവന്നിട്ടുള്ളൂ. ആ ഡിഫറൻസ് 50,000 ബിസിനസിന്റെ ഹിഡൻ ഗുഡ്വിലാണ്. ഓക്കെ, അപ്പൊ ഈ ഗുഡ്വില്ലിന്റെ വാല്യൂ എത്ര? 50,000. പുതിയ പാർട്ട്ണർ അപ്പൊ എത്ര കൊണ്ടുവരണം? 50,000 കൊണ്ടുവരണ്ട. അയാൾക്ക് എത്ര ഷെയർ കിട്ടുന്നത്? 1/5. അതായത് 10,000 രൂപ വിജയ് എന്ന് പറയുന്ന പാർട്ട്ണർ എന്ത് കൊണ്ടുവരണം? ഗുഡ്വിൽ കൊണ്ടുവരണം അല്ലെ. വിജയ് എന്ന് പറയുന്ന പാർട്ട്ണർ ഗുഡ്വിലായിട്ട് എത്ര കൊണ്ടുവരണം? 10,000 രൂപ കൊണ്ടുവരണം.
മനസ്സിലായോ? ടോട്ടൽ ഗുഡ് വിൽ ആ ബിസിനസ്സിന് 50,000 ആണ്. അതിൽ 1/5 ഷെയർ പ്രോഫിറ്റിൽ വിജയ്ക്കുള്ളത് കൊണ്ട് വിജയ് എത്ര കൊണ്ടുവരണം? 1/5, അതായത് 10,000 രൂപ ഗുഡ് വിൽ കൊണ്ടുവരണം. ടോട്ടൽ ബിസിനസ്സിന്റെ 50,000 ഗുഡ് വില്ല് വിജയ് എത്ര കൊണ്ടുവരണം? 10,000 രൂപ കൊണ്ടുവരണം. ഓക്കെ, ഇതാണ് ഹിഡൻ ഗുഡ് വില്ല്. ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങളോട് ചോദിക്കും എക്സാമിന്. പുതിയ പാർട്ണർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, എന്തൊക്കെ ഇൻഫർമേഷൻ തന്നു? ന്യൂ പാർട്ണറുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അല്ലേ? ന്യൂ പാർട്ണറുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ തരും. ന്യൂ പാർട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തരും. ന്യൂ പാർട്ണറുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തരും. പിന്നെ എന്ത് തരും? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ എന്ത് തരുന്നു? ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ തരുന്നു. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും തരുന്നു. അത് യൂസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഫോർമേഷൻസ് കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം? ന്യൂ പാർട്ണറുടെ ഗുഡ് വിൽ കോൺട്രിബ്യൂഷൻ എടുക്കാം. ന്യൂ പാർട്ണറുടെ ഗുഡ് വിൽ കോൺട്രിബ്യൂഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ ഏതെങ്കിലും ടോപ്പിക്സ് ഇതുപോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യട്ടെ. അതുപോലെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഓരോ ടോപ്പിക്സും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ +2 കൊമേഴ്സ് സ്റ്റുഡൻസിന് വേണ്ടി ട്രിപ്പിളായിട്ട് എക്സ്ക്ലൂസീവ് +2 കൊമേഴ്സ് ബാച്ച് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ സ്ക്രോളിൽ പോകുന്നത്. ഇപ്പം തന്നെ ആ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ +2 കൊമേഴ്സ് ബാച്ച് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങളുടെ ഒക്ടോബറിൽ നടക്കുന്ന ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ +2 ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ +1 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്ലാസ്സസ് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി, അതായത് 5,000 റുപ്പീസിന് മുകളിൽ കോസ്റ്റുള്ള പ്രൈസുള്ള ആ ഒരു ക്ലാസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഓൾ.